ദൈവം നിങ്ങളുടെ രാജ്യത്തെ ന്യായം വിധിക്കുന്നു എന്നതിന് 15 തെളിവുകൾ. നിങ്ങളുടെ രാജ്യവും രാജ്യത്തെ ജനവും ദൈവത്താൽ വിധിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഹബക്കുക്കിനെ പോലെയായിരിക്കാം. തൻ്റെ ജനതയിൽ രാജ്യത്തിൽ ദുഷ്ടത സംഭവിക്കുന്നത് കണ്ട് തിന്മ സംഭവിക്കുന്നുവെന്ന് ദൈവത്തോട് അവൻ പരാതിപ്പെടുകയും സഹായം ദൈവത്തിൽ നിന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജനത്തിൻ്റെ തിന്മകൾ കാണണമെന്നും അവൻ ദൈവത്തോട് പരാതി പറഞ്ഞു. ഹബക്കുക്ക് 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ആ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണിക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. പ്രവാചകന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ രാജ്യത്തെ ജനതകളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ തന്നെ സ്വഭാവത്തെ വിവരിക്കുന്നതായി തോന്നുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഒരാത്മപരിശോധന നടത്തുക. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇന്ന് അനേകം ദൈവഭക്തന്മാരും ജനങ്ങളും ചെയ്യുന്നത് പോലെ പ്രവാചകൻ സഹായത്തിനായി നിലവിളിച്ചത് ശ്രദ്ധിക്കുക. ഈ വാക്യത്തിൽ 2-ാം വാക്യത്തിൽ തൻ്റെ വാക്കുകളെ ദൈവം കേട്ടതായി ഭാവിക്കുന്നില്ല എന്ന് ഹബക്കുക്ക് പരാതിപ്പെട്ടു. ഈ അക്രമത്തെക്കുറിച്ച് അവൻ നിലവിളിച്ചു, പക്ഷെ ദൈവം പ്രതികരിച്ചില്ല. അതുകൊണ്ട് ദുഷ്ടത കാണേണ്ടി വന്നുവെന്ന് അവൻ പരാതി പറഞ്ഞു. 3-ാം വാക്യത്തിൽ മനുഷ്യനിൽ കലഹം, ശണ്ട, നീതികേട്, പീഡനം, കവർച്ച, സാഹസം എന്നിങ്ങനെയുള്ള തെറ്റായ പെരുമാറ്റങ്ങൾ വർദ്ധിച്ചതായും അവരിൽ അത് കുടികൊള്ളുന്നതായും ഇത് വ്യക്തികൾക്ക് നേരെയുള്ള അക്രമമാണ് എന്നും അവൻ പരാതിപ്പെട്ടു. 4-ാം വാക്യത്തിൽ നിയമം അവഗണിക്കപ്പെട്ടതായി പ്രസ്താവിക്കപ്പെടുന്നു. തൽഫലമായി നീതി ഒരിക്കലും നിലനിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അവഗണിച്ചു, അയഞ്ഞിരിക്കുന്നു എന്ന് വിമർത്തനം ചെയ്തിരിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം നിർവികാരത എന്നാണ്. നീതി പ്രതികരിക്കുന്നില്ല എന്നതാണ് ഇവിടത്തെ ആശയം. അതായത് നിയമത്തിന് വികാരങ്ങളില്ലാത്തതുപോലെയാണ് ഇന്ന്, അഥവാ നിയമത്തെ മയക്കി കിടത്തിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയാം. ശരിയായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിയമത്തെ തടയപ്പെട്ടതിനാൽ നീതിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അടുത്തതായി, നീതി ഒരിക്കലും നിലനിൽക്കില്ലെന്ന് പ്രവാചകൻ പരാതിപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ദുഷ്ടന്മാർ നീതിമാനെ വലയം ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഉത്തരം. അതിനാൽ അവർ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയും സർക്കാരിനെ നിയന്ത്രിക്കുകയും സിവിൽ ചർച്ചകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇതിന്റെ ഒടുക്കം നീതി വികലമായാണ് പുറത്തു വരുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. ന്യായം വക്രമായി വെളിപ്പെടുന്നു എന്നാൽ വളച്ചൊടിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ദുഷ്ടന്മാർ ജഡ്ജിമാരെയും കോടതികളെയും നിയമവ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്നു എന്നതാണ് കാര്യം. ദുഷ്ടന്മാർ നീതിയെ വളച്ചൊടിക്കുന്നു. ഇത് അനീതിയാണ്. അവരുടെ നീതി അനീതിയാണ്. നീതി മരിച്ചതോ മരവിച്ചതോ വളച്ചൊടിച്ചതോ ആയതിനാൽ ദുഷ്ടത പെരുകുകയും ദുഷ്ടന്മാർ വർദ്ധിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഈ അപേക്ഷയോട് ദൈവം എങ്ങനെ പ്രതികരിക്കുമെന്ന് ദൈവം ഹബക്കുക്ക് പ്രവാചകനോട് പറഞ്ഞു. 1-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളിലേക്ക്. ജനതകളുടെ ഇടയിൽ ദൃഷ്ടിവെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇവിടെ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു. വളരെ ദുഷ്ടരും തന്നോട് നിരന്തരം മത്സരിക്കുന്നതുമായ ദുഷ്ടജനതയ്ക്കുള്ള ദൈവത്തിന്റെ പരിഹാര മാർഗമാണിത്. തിന്മയെ അകറ്റാനുള്ള ദൈവത്തിന്റെ പരമമായ പരിഹാര മാർഗമാണിത്.
അതിനാൽ യെഹെസ്കേൽ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ മാനസാന്തരപ്പെടാൻ ദൈവം ഇസ്രായേലിനെ വിളിച്ചു. അനുതപിക്കാൻ അവർ വിളിക്കപ്പെട്ടു. അതിനാൽ അവർ നശിക്കപ്പെടുകയില്ല. കാരണം ആരും മരിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യെഹെസ്കേൽ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുവിൻ ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. ദുഷ്ടന്മാരുടെ മരണം ദൈവം ആഗ്രഹിക്കുന്നില്ല. മനം തിരിയാൻ ദൈവം ആവശ്യപ്പെടുന്നു. അനുതപിക്കാത്തവരെ അവൻ ശിക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ജനതയെ, ഒരു രാജ്യത്തെ വിധിക്കാൻ ദൈവം ഒരുങ്ങുന്നു എന്ന് വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും അടയാളമുണ്ടോ? അതെ എന്നാണ് ഉത്തരം. മാനസാന്തരപ്പെടാത്ത ഒരു ജനതയുടെ മേൽ വരാനിരിക്കുന്ന ന്യായവിധിയുടെ നിരവധി അടയാളങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിന്നും 15 അടയാളങ്ങൾ വരാനിരിക്കുന്ന ദൈവ ന്യായവിധിയുടെ മുന്നറിയിപ്പുകളായി നമുക്ക് ഇവിടെ പഠിക്കാം. 1. രാജ്യത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായി മാറും. 2. ഒരു ജനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരും. 3. രാജ്യത്തിൻ്റെ നേതാക്കൾ അഹങ്കാരികളായി മാറും. 4. ജനതയുടെ ഭൂരിഭാഗവും ദൈവത്തെ ഉപേക്ഷിക്കുന്നു. 5. ജനം അവരുടെ മക്കളെ കൊല്ലുന്നു. 6. വ്യാജ ദൈവങ്ങളുടെ ആരാധന വർദ്ധിക്കുന്നു. 7. ആളുകൾ ദൈവത്തിന്റെ നിലവാരം അറിഞ്ഞിട്ടും പാപവും അക്രമവും വർദ്ധിക്കുന്നു. എന്നിട്ടും അവർ ദൈവത്തെയും അവന്റെ വഴികളെയും നിരസിക്കുന്നു. 7. ലൈംഗിക പാപങ്ങൾ വർദ്ധിക്കാൻ ദൈവം അനുവദിക്കുന്നു. 9. സഭാ നേതാക്കൾ ദൈവത്തോട് അക്രമം കാണിക്കുന്നു. വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വേർതിരിവ് അവർ വയ്ക്കുന്നില്ല. 10. രാഷ്ട്രം കൂടുതലായി യഹൂദ വിരോധം വെച്ച് പുലർത്തുന്നവരായി മാറുന്നു. 11. ദൈവം ജനതയുടെ സമ്പത്ത് നീക്കം ചെയ്യുന്നു. 12. രാഷ്ട്രത്തിന്റെ അടിത്തറ നീക്കം ചെയ്യപ്പെടുകയും ജനസംഖ്യയിൽ പലരും യുദ്ധത്തിന്റെ ഫലമായി മരിക്കുകയും ചെയ്യുന്നു. 13. ഒരു രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന പിന്തുണ നീക്കം ചെയ്യപ്പെടുന്നു, അഥവാ വാക്ക് മാറപ്പെടുന്നു. 14. ഒരു ജനതയെ നശിപ്പിക്കാൻ ദൈവം കാലാവസ്ഥയെ ഉപയോഗിക്കുന്നു. 15. മറ്റൊരു ജനതയെ കൊണ്ട് ഒരു ജനതയെ നശിപ്പിക്കാനാണ് ദൈവം ഒരു ജനതയെ ദുർബലപ്പെടുത്തി മാറ്റുന്നത്. ഈ ലക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്തിലോ നമ്മിലോ കണ്ടാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടാണ് നാം ആരംഭിക്കേണ്ടത്. രണ്ടാമതായി, മനം തിരിയാൻ, മാനസാന്തരപ്പെടാൻ നമ്മുടെ രാഷ്ട്രത്തെ വിളിക്കണം. മറ്റുള്ളവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടതിനും നാശത്തിലേക്കല്ല, നരകത്തിലേക്കല്ല, സ്വർഗത്തിൽ നിത്യത ചെലവഴിക്കാനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്ത നാം പങ്കുവെക്കണം. മൂന്നാമതായി, നിങ്ങളുടെ രാജ്യത്തിനും നിങ്ങളുടെ സഹപൗരന്മാരുടെയും രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം.